പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്നേഹത്തോടെ അൽത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപയുടെ സമയം കർത്താവിൻ്റെ കാരുണ്യം പൂർണ്ണമായി മനസ്സിലാക്കി ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. 3 മണി സമയം മനുഷ്യൻ്റെ മേൽ ദൈവം കരുണ ചൊരിഞ്ഞ സമയമാണ്. കാൽവരിയുടെ വിരിമാറിൽ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ട് അവസാനത്തുള്ളി രക്തം പോലും നൽകി നമുക്ക് വേണ്ടി മരിച്ച സമയം, തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച ആ ഒരു വലിയ സമയം. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയം വെക്കാം. ഒരിക്കലും നമ്മളെ പിരിയാതെ, ഒരിക്കലും നമ്മളെ തള്ളിപ്പറയാതെ, ഇത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും സ്നേഹത്തോടെ മകനെ മകളെ നീ എൻ്റെ സ്വന്തമാണ്, നിന്നെ എനിക്ക് വേണം, നിന്നെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത്രമാത്രം സ്നേഹത്തോടെ ഓരോ നിമിഷവും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാനെ ഈ നിമിഷം അങ്ങയുടെ വലിയ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട്, കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. ഒന്ന് ചേർന്ന് ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈശോയെ, നിന്നെപ്പോലെ ആകാനായിട്ട് എനിക്ക് സാധിക്കണം. നീ സ്നേഹിച്ചതുപോലെ, നീ കരുണ കാണിച്ചതുപോലെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കിയതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ ഞങ്ങൾക്കിടയാകണം. അവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പം അതിനുവേണ്ടിയാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒത്തിരിയേറെ ത്യാഗങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മത്തിലൂടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് ഈശോയുടെ സ്വന്തമായിട്ട് മാറുക. ഈശോ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈശോ ക്ഷമിച്ചതുപോലെ സ്നേഹിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലത്തിൽ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആത്മീയ ഉണർവും ഉയർച്ചയുമാണത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ കടന്നു വരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. അതായത് ഈശോ പറയുന്നുണ്ട് 15-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൽ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെൻ. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈശോ ഒത്തിരി ഹൃദയവേദനയോടെ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, അതിലൊരു കുറവും വരുത്താതെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ് എന്ന്
നിലനിൽക്കുന്നവരാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ പാലിക്കും. ഈശോ പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു കൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. പരസ്പരം സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട്. ഈശോയുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഓരോ നിമിഷവും തൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളോടും അത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഈശോ ചെയ്ത ഓരോ അത്ഭുതങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവജനത്തോട് ഇത്രമാത്രം അനുകമ്പയോടുകൂടെ ഈശോയ്ക്ക് പെരുമാറാൻ സാധിച്ചു. അതുകൊണ്ട് അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയവനാണെന്ന് കാണിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ മഹത്വം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ടോ ഒന്നുമല്ല. അതിനേക്കാളും ഉപരിയായിട്ട് ഈശോ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചത് ദൈവജനം ഇത്രമാത്രം കഷ്ടതയിൽ വേദനകളിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ ഒരു വലിയ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വലിയ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് അപ്പസ്തോലന്മാർക്ക് സാധിച്ചു. ആദിമസഭയിൽ അവരുടെ ജീവിതത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയൊരു കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന അത് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഫലമായിട്ട് ആദിമസഭയിൽ അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് അവരുടെ പരസ്പരമുള്ള സ്നേഹം കൊണ്ടാണ്. ഒരിക്കലും ഈ ഒരു സ്നേഹത്തിൻ്റെ കൽപ്പന പ്രമാണം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രമാണം ലംഘിക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് അവർക്കുണ്ടായിരുന്ന സ്വത്തിൻ്റെ പേരിലോ സ്വാധീനത്തിൻ്റെ പേരിലോ പാരമ്പര്യത്തിൻ്റെ പേരിലോ അല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നവരാണ് എന്നുള്ള പേരിലാണ് അവരറിയപ്പെടാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. നമ്മൾ ഓരോ നിമിഷവും കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുന്നവരായിട്ടുമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തും 22 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നിർമ്മലമായൊരു സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ആ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു മാറ്റി നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവാൻ, അതായത് പുതിയ മനുഷ്യനെ ധരിക്കണം, അതായത് ക്രിസ്തുവിനെ ധരിക്കുന്നവരായിട്ട് നമ്മളുടെ ജീവിതങ്ങളിൽ മാറണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ അപ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലുമൊക്കെ എപ്പോഴും ഒരു വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത് അത്രമാത്രം ഈശോയെ ആഴത്തിൽ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയുന്ന കാര്യം, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മേന്മകളോ അല്ലെങ്കിൽ എൻ്റെ പ്രത്യേകതകളോ ഒന്നുമല്ല. പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉന്നതമായ ജോലി ഉണ്ടായിരുന്നൊരു ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ഒത്തിരിയേറെ ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഒരു നിയമ പണ്ഡിതനായിരുന്നു. എല്ലാ കാര്യങ്ങളും പഠിച്ച് സമൂഹത്തിലും അതുപോലെ മതപരമായ കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സമയം മുതൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹം പറയുന്ന കാര്യം, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു കരുണ കാണിച്ചതുപോലെ, ക്രിസ്തു കേട്ടതുപോലെ, ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ ഒത്തിരി കുറവുകളും ബലഹീനതകളും ഒക്കെയാണ്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് സംസാരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് ലേഖനത്തിലും പറയുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നമ്മുടെ പരമമായ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നമ്മുടെ പരമമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപയുടെ സമയം ദൈവവചനം ധ്യാനിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ ഒരു സ്നേഹം എന്തുമാത്രം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നോ അത്രമാത്രം ദൈവത്തിൻ്റെ
കരുണയിൽ ആശ്രയിക്കുവാനായിട്ടൊരു വലിയ പ്രചോദനം നമുക്ക് ലഭിക്കും. പലപ്പോഴും ദൈവം എത്രമാത്രം സ്നേഹവും കരുണയും നമ്മളോട് കാണിച്ചു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവത്തെ എന്തുമാത്രം അറിയാൻ പറ്റുന്നു, എന്തുമാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്നു, അത്രമാത്രം ആഴത്തിൽ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇത്രമാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹത്തിൽ നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം മുഴുവനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയം ഒത്തിരിയേറെ ആളുകൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ദൈവത്തിന് വേണ്ടി ജീവിതം പോലും സമർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ലോകത്തിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. യുവജനങ്ങൾ, കൊച്ചുകുട്ടികൾ, ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് ആയിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇത്രമാത്രം കരുണയോടെ, നമ്മളുടെ സ്നേഹത്തോടെ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാതെ ആ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപയും അഭിഷേകവും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ നമ്മൾ സമർപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നു വരാൻ, മനസ്സാന്തരപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. ഇത് തന്നെയാണ് വചനത്തിലുടനീളം നമ്മൾ കാണുക. ദൈവം തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഒരിക്കൽ കൂടി കരുണയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ സഭയുടെ മേലും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും കർത്താവെ കരുണ ചൊരിയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒത്തിരിയേറെ ആളുകൾ നിന്നെ അറിയാതെ നിന്റെ കരുണയിലേക്ക് ആശ്രയം വയ്ക്കാതെ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്നെ അറിഞ്ഞ ഒത്തിരിയേറെ മക്കളുണ്ട്. അവർ നിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ഭൗതികമായ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ സങ്കടപ്പെട്ട് നീറി പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ആകുലപ്പെട്ട് ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരെയും കർത്താവെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, പരസ്പരം സ്നേഹിക്കാനായിട്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് ഉള്ള പ്രയാസം, ഇതെല്ലാം കർത്താവെ ഒത്തിരി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് കുടുംബത്തിൽ. അവരെല്ലാം പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഈശോ, എല്ലാവരും നിന്നെ അറിഞ്ഞ് നിൻ്റെ സ്നേഹത്തിൽ വളരുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടെ വ്യക്തി ജീവിതങ്ങളെയും നിൻ്റെ കരുണയാൽ സമ്പുഷ്ടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളോട് കാണിച്ച സ്നേഹവും കരുണയും ഒക്കെ ഓർമ്മിച്ച് നിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവ് മിശിഹായുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും